ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എംബ്രിയോളജിയാണ്. എംബ്രിയോളജിയിലെ മൈക്രോസ്പോറോജനസിസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. പോകാം വീഡിയോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ഫ്ലവർ. ഒരു പൂവിലെ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ എന്താണ്? പൂക്കളിലെ കേസരപുടത്തെ അഥവാ ആൺട്രീഷ്യത്തിനെയാണ് നമ്മൾ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയായിട്ട് കണക്കാക്കുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്ന ഓരോ ഘടകങ്ങളെയാണ് കേസരങ്ങൾ അഥവാ സ്റ്റേമനുകൾ എന്ന് പറയും. അതായത് സ്റ്റേമൻ ആണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഓരോ യൂണിറ്റുകൾ. അതായത് ആൻഡ്രീഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന ഓരോ യൂണിറ്റുകളാണ് സ്റ്റേമൻ. കേസരപുടം നിർമ്മിച്ചിരിക്കുന്നത് കേസരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നോ പാർട്ടെന്നോ കണക്കാക്കുക. അതായത് പുരുഷ പ്രത്യുൽപാദന അവയവമായിട്ട് കണക്കാക്കുക. പൂക്കളുടെ പുരുഷ പ്രത്യുൽപാദന അവയവമായിട്ട് കണക്കാക്കുക. ഏതൊരു കേസരം എടുത്താലും ഒരു സ്റ്റേമൻ എടുത്താലും അതിനൊരു സ്റ്റാക്ക് ഉണ്ടായി. ആ സ്റ്റാക്കിന് തന്തുകം അഥവാ ഫിലമെന്റ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റാക്കിന്റെ മുകൾ ഭാഗം വീർത്തിരിക്കും. ആ വീർത്ത ഭാഗത്തിനെയാണ് പരാഗി അഥവാ ആന്തർ എന്ന് പറയുന്നത്. ഏതൊരു കേസരത്തിന്റെയും പരാഗികൾക്ക് രണ്ട് ലോബുകൾ ഉണ്ടാവും. ഈ ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു നിർജീവ കലകളെയാണ് കണക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് കണക്റ്റീവ് എന്നൊരു ടിഷ്യൂ, സ്റ്റെറൈൽ ടിഷ്യൂ കൊണ്ടാണ് ശരിക്കും ഈ പരാഗിയുടെ ലോബുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത്. സാധാരണ കേസരങ്ങൾ, സ്റ്റേമിനുകൾ, പൂക്കൾ ഉണ്ടാകുന്നത് പുഷ്പാസനം അഥവാ തലാമസ് നിന്നാണ്. എന്നാൽ ചില പൂക്കളിൽ നമുക്ക് കാണാൻ കഴിയും അവയുടെ ഇതളുകളിൽ നിന്ന്, ദളങ്ങളിൽ നിന്ന് സ്റ്റേമനുകൾ അഥവാ കേസരങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. ആ ഒരു കണ്ടീഷനെ എപ്പി പെറ്റാലസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ കാലിക്സ് നിന്നും ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ പെരിയാന്തിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അത് ഓരോ പൂക്കളുടെ കണ്ടീഷനെ ആശ്രയിച്ചിരിക്കും. പൊതുവെ തലാമസ് എന്നായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വിതളങ്ങളിൽ നിന്നോ ദളങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പെരിയാന്തുകളിൽ നിന്നോ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ പെറ്റൽസ് നിന്നാണ് ഉണ്ടാകുന്നെങ്കിൽ എപ്പി പെറ്റാൽസ് എന്ന് പറയാം, സെപ്പൽ എന്നാണെങ്കിൽ എപ്പി സെപ്പാലസ് എന്ന് പറയാം, പെരിയാൻ എന്നാണെങ്കിൽ എപ്പി ഫിലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ കേസരത്തിന്റെ പരാഗിലും രണ്ട് ലോബുണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോമാണ് കണക്റ്റീവ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലോബുകളിൽ ഓരോ ലോബിലും രണ്ട് അറകൾ അഥവാ തീക്കകൾ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് ലോബുള്ള ഓരോ ലോബിലും രണ്ട് അറകൾ വീതമുള്ള പരാഗികളെ ഡൈത്തീക്കസ് പരാഗി അഥവാ ഡൈത്തീക്കസ് ആന്തർ എന്നാണ് അറിയപ്പെടുന്നത്. മിക്കവാറുള്ള എല്ലാ ചെടികളിലും ഡൈത്തീക്കസ് ആന്തറായും കാണപ്പെടുന്നത്. അതായത് രണ്ട് ലോബ് ഉണ്ടായിരിക്കും. ആ ഓരോ ലോബിലും രണ്ട് അറകൾ വീതം കാണപ്പെടുന്നു. എന്നാൽ മുരിങ്ങ, ചെമ്പരത്തി, വോൾഫി തുടങ്ങിയ പൂക്കളിലെ ആന്തറകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരു ലോബും അതിനകത്ത് ഒരു അറയുമായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം ആന്തറുകളെ മോണോ ഈക്കസ് ആന്തറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ പൂക്കളിലും സ്റ്റേമൻ ഉണ്ടാകും. എല്ലാ സ്റ്റേമനുകൾക്കും അതിന്റെ കഴിവുണ്ടാകും നിർബന്ധമില്ല. അത് ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്ന പോളൻ ഗ്രെയിൻസിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. കഴിവില്ലാത്ത സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റേമനുകളെ സ്റ്റാമിനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസ്പോറാഞ്ചത്തിന്റെ സ്ട്രക്ചറാണ്. മലയാളത്തിലെ രേണു പേടകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രേണുക്കൾ എന്ന് വെച്ചാൽ സ്പോർ എന്നാണ് അർത്ഥം. അപ്പൊ സ്പോർ ഉണ്ടാകുന്ന അറകളാണ് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിന്റെ വേറൊരു പേര് പരാഗണ സഞ്ചി എന്ന് പറയാറുണ്ട്, പോളൻ സാക്ക് എന്നൊക്കെ പറയാറുണ്ട്. അത് മെച്ചുറായിട്ട് വരുന്ന കണ്ടീഷനെയാണ് പോളൻ സാക്ക് അഥവാ പരാഗണ സഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്നത്. അതിന്റെ യങ് സ്റ്റേജിലാണ് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് അറിയപ്പെടുന്നത്. ഒരു പുഷ്പാസനം അഥവാ തലാമസിൽ എങ്ങനെയാണ് സ്റ്റേമൻ ഉണ്ടാകുന്നത് നോക്കാം. സ്റ്റേമൻ ഉണ്ടാകുന്ന ഒരു മുഴ പോലെ ആയിരിക്കും പുഷ്പാസനത്തിൽ. ആ മുഴ എന്ന് പറഞ്ഞ ഒരു കൂട്ടം പാരഗമ കോശങ്ങളായിരിക്കും. അതിനെ കവർ ചെയ്യുന്നത് എപ്പിഡെർമിസ് കാണും. ഇതിന്റെ ബേസൽ പാർട്ട് ഒരു സ്റ്റാക്കായിട്ട് മാറും. അതാണ് തന്തുകമായിട്ട് മാറുന്നത്. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് പരാഗിയായിട്ട് മാറും. അപ്പൊ പരാഗിയിൽ ഒരു എപ്പിഡെർമിസ് കാണും, ഒരു കൂട്ടം പാരഗമ കോശങ്ങൾ കാണും. പിന്നെ അത് വീർത്ത് ലോബുകളായിട്ട് മാറും. ലോബായി ലോബായാണ് പിന്നീട് നമ്മൾ ഇന്ന് ഈ കാണുന്ന ആന്തറായിട്ട് മാറുന്നത്. അങ്ങനെ ആന്തർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അഥവാ പരാഗി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ താഴെയുള്ള ചിത്രം നോക്കുക. ഓരോ കോർണറിലുമുള്ള ഓരോ പ്രത്യേക പാരംഗമ കോശങ്ങളൊന്ന് മോഡിഫൈ ചെയ്യും. അതായത് അതിനകത്ത് ഒരുപാട് കോശങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ചില കോശങ്ങൾ, അതായത് ഓരോ കോർണറിലും 4 മൂലകളായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിൽ ഓരോ കോർണറിലും ആ മൂന്നാമത്തെ പടം നോക്കുക. ഓരോ കോർണറിലും മറ്റു പാരൻകൈമിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒരു സെല്ലെന്ന് മോഡിഫൈ ചെയ്ത് കാണപ്പെടും. അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന കോശങ്ങളെയാണ് ആർക്കീസ്പോറിയം എന്നറിയപ്പെടുന്നത്. ഈ ആർക്കീസ്പോറിയം പിന്നീട് രണ്ടായിട്ട് വിഭജിക്കും. ഒരു സെല്ല്, ഒരു കോശം പുറത്തോട്ടും ഒരെണ്ണം അകത്തോട്ടും ഉണ്ടാവും. പുറത്തോട്ടുണ്ടാകുന്ന കോശങ്ങളെ പ്രൈമറി പരൈറ്റൽ സെൽ, പ്രാഥമിക പരൈറ്റൽ കോശം എന്നറിയപ്പെടും. അകത്തോട്ടുണ്ടാകുന്ന കോശങ്ങളെ പ്രൈമറി സ്പോറോജീനസ് സെൽ അഥവാ പ്രാഥമിക രേണുജന്യ കോശം എന്നറിയപ്പെടും.
ഇങ്ങനെ ആർക്കിസ്പോറിൽ നിന്ന് രണ്ട് സെല്ലുകൾ ഉണ്ടാവും, ഒന്ന് പുറത്തോട്ടും ഒന്ന് അകത്തോട്ടും. ഇങ്ങനെ പുറത്തോട്ടുണ്ടാകുന്ന പ്രാഥമിക പരേറ്റൽ സെൽ അഥവാ പ്രൈമറി പരേറ്റൽ സെല്ലാണ് വിഭജിച്ച് അത് ആന്റിക്ലിനൽ പെരിക്ലിനൽ അതായത് തുടർച്ചയായിട്ട് നെടുകയും കുറുകയുള്ള ഡിവിഷന്റെ ഫലമായിട്ട് ആന്തർവാൾ അതായത് പരാഗിയുടെ ഭിത്തി ഉണ്ടാവുന്നു. ഈ പരാഗിയുടെ ഭിത്തിക്ക് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്, 4 ലെയറാണ് കാണപ്പെടുന്നത്. ഈ പരാഗിയുടെ ഭിത്തിക്ക് 4 ലെയറാണ് കാണപ്പെടുന്നത്. ഈ പരാഗിയുടെ ഭിത്തി 4 ലെയറുകൾ ചേർത്താണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് അറിയപ്പെടുന്നത്. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാലും ആന്തർവാൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഈ 4 ലെയറും കൂടെ ചേർന്ന ഭാഗം തന്നെയാണ് മൈക്രോസ്പൊറാഞ്ചിയം. പിന്നീട് മെച്ചുർ ആകുമ്പോഴാണ് ഒരു സാക്കായിട്ട് പോളൻ സാക്കായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പരാഗണ സഞ്ചിയായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു പ്രാഥമിക പരേറ്റൽ കോശം വിഭജിച്ചുണ്ടാവും, നെടുകയും കുറുകയും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് സെല്ലുകൾ വിഭജിച്ച് അതൊരു ആന്തർവാൾ അല്ലെങ്കിൽ പരാഗിയുടെ ഭിത്തിയായിട്ട് മാറും. ഇതിന് 4 ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ലെയറാണ് ഉപരിവൃതി അഥവാ എപ്പിഡെർമിസ്, രണ്ടാമത്തെ ലെയറാണ് എൻഡോത്തീസിയം, മൂന്നാമത്തെ ലെയറാണ് മിഡിൽ ലെയർ അഥവാ മധ്യപാളി, നാലാമത്തെ ലെയറാണ് ടപ്പീറ്റ. ഒരു ആന്തർവാൾ അഥവാ രേണുപേടകങ്ങൾ മൈക്രോസ്പൊറാഞ്ചിയത്തിന് 4 ലെയറുള്ള ഭിത്തി ഉണ്ടെന്ന് പറഞ്ഞു. ഉപരിവൃതി, എൻഡോത്തീസിയം, മധ്യപാളി, ടപ്പീറ്റ. ഇതിലെ ആദ്യത്തെ 3 പാളികളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ആണ്. അതായത് പരാഗിയെ സംരക്ഷിക്കുക, അത് പൊട്ടി അതിനകത്തുള്ള പോളൻ ഗ്രെയിൻ അഥവാ മൈക്രോസ്പോർ അഥവാ പരാഗരേണുക്കളെ സ്വതന്ത്രമാക്കുക. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. രണ്ടാമത്തെ പാളിയായ എൻഡോത്തീസിയത്തിൽ ഒരു പ്രത്യേകതരം നാരുകൾ കാണപ്പെടുന്നു. എന്നാൽ ഒരു ജോഡി രേണുപേടകങ്ങൾ അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് ഈ ഒരു നാര് കാണുന്നില്ല. ഏറ്റവും താഴത്തെ ചിത്രം നോക്കുക. അതിൽ നമുക്ക് ആദ്യം കാണുന്നത് ആന്തർവാളിന്റെ സ്ട്രക്ചറാണ്. ഉപരിവൃതി, എൻഡോത്തീസിയം, മധ്യപാളി, ടപ്പീറ്റം കാണാം. പിന്നീട് ഏറ്റവും അവസാനത്തെ ചിത്രം നോക്കുക. ഒരു മെച്ചുർ ആയിട്ടുള്ള ആന്തർവാള, അതിനകത്ത് പോളൻ സാക്ക് അഥവാ പരാഗണ സഞ്ചി, അതിനകത്ത് പരാഗരേണുകളും കാണാം. അതിന്റെ ആ മുകളിലത്തെ 2 അറകൾ തമ്മിൽ ചേരുന്ന ഭാഗം നോക്കി ഒരു ചെറിയൊരു വയലറ്റ് കളറിൽ സ്ട്രക്ചർ ചെയ്യുന്ന കണ്ടത് സ്റ്റോമിയം ആണ് അതിന്റെ പേര്. അതായത് മുകളിലുള്ള 2 അറകൾ രേണുപേടകങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തെ എൻഡോത്തീസിയത്തിലെ ഈ നാരുകൾ കാണപ്പെടുന്നില്ല. അപ്പൊ ആ ഭാഗത്തിലൂടെയാണ്, ആ ഭാഗം പൊട്ടിയാണ് പോളൻ ഗ്രെയിൻസ് മെച്ചർ ആകുമ്പോൾ പുറത്തോട്ട് പോകുന്നത്. അതായത് പോളൻ ഗ്രെയിനിന്റെ ഡെഹിസൻസിന് സഹായിക്കുന്നത് എൻഡോത്തീസിയത്തിലെ ഈ നാരുകൾ ഇല്ലാത്ത ഭാഗത്തുള്ള ഒരു പ്രത്യേകതരം ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം സ്ട്രക്ചറാണ്. അതിനെയാണ് സ്റ്റോമിയം എന്ന് പറയുന്നത്. ഈ ഭാഗത്തുള്ള സ്റ്റോമിയത്തിലൂടെ ആയിരിക്കും വിടവുണ്ടാവുന്നത്. അതായത് പോളൻ ഗ്രെയിൻ പൊട്ടി പോളൻ ഗ്രെയിൻസ് പുറത്തോട്ട് പോകുന്നു. മൂന്നാമത്തെ പാളിയായ മധ്യപാളിയുടെ പ്രത്യേകത, ഇത് എൻഡോത്തീസിയത്തിന്റെയും 4ാമത്തെ ലെയറായ ടപ്പീറ്റത്തിന്റെയും ഇടയിലാണ് കാണപ്പെടുന്നത്. ഇതിൽ കൂടുതൽ പാളികളുണ്ട്, ഒരുപാട് പാളികളായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിലും ഒരുപാട് ആഹാരം സംഭരിച്ച് വെക്കുന്നുണ്ട്. സാധാരണ ഡെഹിസൻസിന് പൊട്ടുന്നതിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ ചില കണ്ടീഷൻസിൽ ചില ചെടികളിൽ പോളൻ ഗ്രെയിനിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ആഹാരം നൽകുകയും ചെയ്യുന്നുണ്ട്. രേണുപേടകത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് ടപ്പീറ്റ. അതായത് മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. ടപ്പീറ്റത്തിലെ ഓരോ കോശങ്ങളിലും ധാരാളം ജീവദ്രവവും ആഹാര പദാർത്ഥങ്ങളും ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസും കാണപ്പെടുന്നുണ്ട്. അതായത് ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിനിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ, പോഷണം നൽകുക എന്നതാണ് ടപ്പീറ്റത്തിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇതിലുള്ള ടപ്പീറ്റത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെടുത്തിട്ടാണ് പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. ഇപ്പൊ 4 ലെയർ പറഞ്ഞല്ലോ, എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ഈ ടപ്പീറ്റത്തിന്റെ ഉള്ളിലാണ് നേരത്തെ കണ്ടിരുന്ന, അതായത് തൊട്ട് മുമ്പത്തെ ചിത്രം ഓർത്തു വെക്കുക, ആർക്കിസ്പോറിയം. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, പ്രൈമറി, പരേറ്റൽ സെൽ. അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ആന്തർവാൾ ഉണ്ടായാലും ടപ്പീറ്റം വരെ ഉണ്ടായത്. പിന്നെ അകത്തോട്ടൊരു സെൽ ഉണ്ടായിരുന്നല്ലോ, പ്രൈമറി സ്പോറോജിനസ് സെൽ അഥവാ പ്രാഥമിക രേണുജന്യ കോശം എന്ന് പറഞ്ഞത്. ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഒരു കൂട്ടം കോശങ്ങൾ ഉണ്ടാകും, കലകൾ ഉണ്ടാകും. അതിന് രേണുജന്യ കലകൾ എന്നറിയപ്പെടും. അതിലുള്ള ഓരോ കോശങ്ങളെ രേണുജന്യ കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആർക്കിസ്പോറത്തിന്റെ ഉള്ളിലോട്ടുണ്ടായ പ്രൈമറി സ്പോറോജിനസ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് സ്പോറോജിനസ് ടിഷ്യൂ ഉണ്ടായത്. ആ ടിഷ്യൂകൾ ഓരോ സെല്ലുകളെ സ്പോറോജിനസ് സെല്ലുകൾ എന്നറിയപ്പെടുന്നു. അതായത് രേണുജന്യ കോശങ്ങൾ. അതുള്ള കലകളാണ് രേണുജന്യ കലകൾ എന്നറിയപ്പെടുന്നത്. ഈ രേണുജന്യ കലകളിലെ ഓരോ കോശങ്ങളും ടപ്പീറ്റത്തിലെ ആഹാരം വലിച്ചെടുത്തിട്ട് അത് പിന്നീട് പോളൻ ഗ്രെയിനിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ചിത്രവും നോക്കുക. 2ാമത്തെ ചിത്രത്തില് നമുക്ക് കാണാൻ കഴിയും,
രേണു മാതൃകോശങ്ങൾ ടപ്പീറ്റത്തിന്റെ ഉള്ളിലുള്ള സ്പോറോജീനസ് ടിഷ്യൂ, അതിനകത്തുള്ള ഓരോ സെല്ലുകളും ടപ്പീറ്റത്തിന് ന്യൂട്രിയൻസ് വലിച്ചെടുത്തിട്ട് അത് പോളൻ മദർ സെല്ലായിട്ട് മാറുന്നു. പോളൻ മദർ സെൽ, അതിനെ മലയാളത്തിലാണ് രേണു മാതൃകോശം എന്ന് പറയുന്നത്. പിന്നീട് അതിൽ നിന്നാണ് പോളങ്ങളിൽ ഉണ്ടാകുന്നത്. ടപ്പീറ്റം പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. അമീബോയ്ഡ് ടപ്പീറ്റവും ഗ്ലാൻഡുലാർ ടപ്പീറ്റവും. ആദ്യത്താണ് അമീബോയ്ഡ് ടപ്പീറ്റം. എന്താണ് അമീബയുടെ പ്രത്യേകത? ഷേപ്പ്ലെസ് അല്ലേ? അതുപോലെ തന്നെയാണ് ടപ്പീറ്റത്തിന്റെ ഓരോ കോശവും നശിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടന്റുകളെല്ലാം, വസ്തുക്കളെല്ലാം കൂടിച്ചേർന്ന് പ്രത്യേകിച്ച് ആകൃതിയില്ലാതെ കാണപ്പെടും. ഇതിനെയാണ് അമീബോയ്ഡ് ടപ്പീറ്റം അഥവാ ടപ്പീറ്റൽ പെരിപ്ലാസ്മോയിഡ് എന്നറിയപ്പെടുന്നത്. ഇത് പല ടൈപ്പിലാണ്. ഓരോ ചെടികളിൽ കാണപ്പെടുന്നതിനനുസരിച്ച് ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമതാണ് ബ്യൂട്ടാമസ് ടൈപ്പ് എന്ന് പറയുന്നത്. മാതൃരേണു കോശത്തിൽ നിന്നും ഊനഭംഗത്തിന് മുമ്പായി തന്നെ ഉണ്ടാകും. ഊനഭംഗം എന്ന് വെച്ചാൽ മിയോസിസ്, അതായത് പോളൻ മദർ സെല്ല് മിയോസിന് മുമ്പ് തന്നെ, അതിനു മുമ്പ് തന്നെ ഇത് ഉണ്ടായി വരുന്നു. രണ്ടാമത്തെ ടൈപ്പാണ് ട്രൈഗ്ലോക്കിൻ ടൈപ്പ്. തരമിച്ച ടൈപ്പാണ്, അതായത് വളരെ മുൻപേ തന്നെ ഇത് രൂപപ്പെടും. രേണു മാതൃകോശങ്ങൾക്ക് ഇടയിലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുകയും ചെയ്യും. നേരത്തെ തന്നെ ഉണ്ടായിട്ട് ഇത് ആ പോളൻ മദർ സെൽസിന്റെ ഇടയിലായിരിക്കും കാണപ്പെടുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് സ്പാർജാനിയൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഊനഭംഗ സമയത്ത് തന്നെ ഉണ്ടാകുന്നു, ബഹുമർമ്മമുള്ളവയായിരിക്കും. അതായത് മിയോസിസ് സമയത്തായിരിക്കും ഉണ്ടാകുന്നത്, മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷനിലായിരിക്കും കാണപ്പെടുന്നത്. നാലാമത്തെ ടൈപ്പാണ് സാജിറ്റേറിയ ടൈപ്പ്, അതായത് മൈക്രോസ്പോർ ടെട്രാഡ്. അത് എന്താണ് കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ആ സമയത്ത് അത് സ്വതന്ത്രമാകും ഉണ്ടാകും. അതായത് മൈക്രോസ്പോർ ഉണ്ടാകുന്ന സമയത്തായിരിക്കും ഇത് ഉണ്ടാകുന്നത്. അത് ഏത് ചെടിയിലാണ് അത് ഉണ്ടാകുന്നത് അതിനനുസരിച്ചാണ് പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബ്യൂട്ടാമസ് ടൈപ്പ്, ട്രൈഗ്ലോസിൽ ടൈപ്പ്, ദെൻ സ്പാർജാനിയൻ ടൈപ്പ് ആൻഡ് സാജിറ്റേറിയൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം അമീബോയ്ഡ് ടപ്പീറ്റമാണ്. പ്രത്യേകത ഷേപ്പ്ലെസ് അല്ലാതെ കണ്ടന്റ് എല്ലാം കൂടി ചേർന്നതിൽ കാണപ്പെടും. രണ്ടാമത്തെ ടൈപ്പാണ് ഗ്ലാൻഡുലർ ടപ്പീറ്റം അഥവാ സ്രവ ടപ്പീറ്റം എന്നറിയപ്പെടുന്നത്. അതായത് ടപ്പീറ്റത്തിന്റെ ഉള്ളിൽ ഓരോ കോശത്തിലും എല്ലാതര കോശാംഗങ്ങളും മർമ്മവും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകതരം ബോഡി കാണപ്പെടും. ഒരു ഗോളാകൃതിയിലുള്ള ബോഡിയാണ്. അതിന്റെ പേരാണ് പ്രോ ഉബിഷ് ബോഡി. പ്രോ ഉബിഷ് ബോഡി എന്നറിയപ്പെടുന്ന ഒരു ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവും അതുപോലെ കോശാംഗങ്ങൾ മറ്റ് വസ്തുക്കളെല്ലാം ഓരോ ടപ്പീറ്റത്തിന്റെ സെൽസിനകത്ത് കാണപ്പെടും. കരോട്ടിനോയിഡുകളുടെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷന്റെ ഫലമായിട്ടാണ് സ്പോറോപൊളിൻ ഉണ്ടാകുന്നത്. എന്താണ് സ്പോറോപൊളിൻ എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയും. കരോട്ടിനോയിഡ് എന്ന പിഗ്മെന്റിന്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷന്റെ ഫലമായിട്ടാണ് ഒരു ദൃഢമുള്ള ഒരു കെമിക്കൽ വസ്തു ഉണ്ടാകുന്നത്. അതിന്റെ പേരാണ് സ്പോറോപൊളിൻ. രേണു മാതൃകോശത്തു നിന്നും ഊനഭംഗം നടന്ന് പരാഗരേണുക്കൾ ഉണ്ടാകുമ്പോൾ പ്രോ ഉബിഷ്പോഡിൽ നിരവധി റൈബോസം അറ്റാച്ച് ചെയ്യുകയും അതോടൊപ്പം സ്പോറോപൊളിൻ ആവരണമാകുകയും ചെയ്യും. ഇതാണ് പിന്നീട് പോളൻ ഗ്രൈൻ, അതായത് പരാഗരേണു ഏറ്റവും പുറം പാളി ഉണ്ടാകാൻ കാരണമാകും. ഈ സ്പോറോപൊളിൻ ഓർത്ത് വെച്ചിരിക്കുക, കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ പോളൻ മദർ സെല്ല് രേണു മാതൃകോശം ഡിവിഷൻ ചെയ്യുമെന്ന് പറഞ്ഞത് ഊനഭംഗം അഥവാ മിയോസിസ് നടന്നിട്ട് അതിന്ന് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. അങ്ങനെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന സമയത്ത് പ്രോ ഉബിഷ് ബോഡിയിൽ ഒരുപാട് റൈബോസും അറ്റാച്ച് ചെയ്യും. അതോടൊപ്പം നേരത്തെ ഉണ്ടായ സ്പോറോപൊളിൻ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ആ പോളൻ ഗ്രൈനിന്റെ ഏറ്റവും ഔട്ടർ ലെയർ ഉണ്ടാകുന്നത്. ആ ഔട്ടർ ലെയർ ഉണ്ടാകാൻ കാരണമായ ഒരു പ്രത്യേക സ്ട്രക്ചറാണ് പ്രോ ഉബിഷ് ബോഡി എന്ന് പറയുന്നത്. എന്താണ് ടപ്പീറ്റത്തിന്റെ ധർമ്മങ്ങൾ? നേരത്തെ ടപ്പീറ്റ് എന്താണെന്ന് പറഞ്ഞില്ല, അതിന്റെ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. രൂപപ്പെടുന്ന പരാഗരേണുകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം നൽകുക. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പോളൻ ഗ്രെയിനിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമുള്ള നറിഷ്മെന്റ് നൽകുക. അതുപോലെ തന്നെ പരാഗരേണുകളുടെ ബാഹ്യ കവചം നിർമ്മിക്കാൻ സഹായിക്കുക. അതിനാവശ്യമുള്ള ഉബിഷ് ബോഡികൾ രൂപീകരിക്കുക. ഓരോ ടപ്പീറ്റത്തിന്റെ സെല്ലിനകത്ത് കാണുന്ന കണ്ടന്റുകൾ അതോടൊപ്പം തന്നെ പ്രോ ഉബിഷ് ബോഡികളും സ്പോറോപൊളിനും റൈബോസും കൂടി ചേർന്ന സ്ട്രക്ചർ ഉണ്ടാകും. അതിനാണ് ഉബിഷ് ബോഡി എന്ന് പറയുന്നത്. ശരിക്കും ഈ ഉബിഷ് ബോഡിയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പിന്നീട് സ്പോറോപൊളിന് ചേർന്നുള്ള ഏറ്റവും ഔട്ടർ ലെയർ, പോളൻ ഗ്രൈനിന്റെ ഔട്ടർ ലെയർ ഉണ്ടാകുന്നത്. പോളൻ ടെട്രാഡുകളുടെ കാലോസിന്റെ ദ്രവീകരണം സഹായിക്കുക. പോളൻ ടെട്രാഡ് പിന്നെ നിർജ്ജലീകരണം നടന്നിട്ട് അത് സ്വതന്ത്രമാവണമെങ്കിൽ ആ അവിടെയുള്ള കാലോസ് എന്ന കെമിക്കലിന്റെ ദ്രവീകരണം, അതിന്റെ ഒരു ഡിസിന്റഗ്രേഷൻ നടക്കണം, അതിന് സഹായിക്കുക. പിന്നെ പോളൻ കിറ്റ്, ട്രൈഫിൻ എന്നിവ ഉണ്ടാകാൻ സഹായിക്കുക. ഈ പോളൻ കിറ്റും ട്രൈഫിനും ഉണ്ടാകുന്ന വെച്ചാൽ പോളിനേഷൻ ബൈ മെത്തേഡ് ഒരു അഡാപ്റ്റേഷൻ ആണ്. പോളൻ ക്രിസ്റ്റൽ ഇന്ററാക്ഷൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പോളൻ കിറ്റും ട്രൈഫിനും. അതിൽ എന്താണ് പോളൻ കിറ്റ് എന്ന് നോക്കാം. ജലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാത്ത ലിപ്പിഡുകളുടെയും കരോട്ടിനുകളുടെയും മിശ്രിതമായി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ലിപ്പിഡിന്റെയും കരോട്ടിനുടെ ഒരു ഗ്രൂപ്പ് മിക്സറാണ് പോളൻ കിറ്റ് എന്നറിയപ്പെടുന്നത്. ട്രൈഫിൻ എന്നറിയപ്പെടുന്നത് ജലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാത്ത വസ്തുക്കളുടെയും പ്രോട്ടീനുകളുടെയും മിശ്രിതമായിരിക്കും. പ്രോട്ടീനും വാട്ടർ റിയാക്ട് ചെയ്യാത്ത വസ്തുക്കളുമായിട്ട് ചേർന്നത് കോംപ്ലക്സ് ആയിരിക്കും. ഇത് രണ്ടും പോളിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പോസ്റ്റർ പോളിൻ ഇന്ററാക്ഷൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കും.
അപ്പോൾ ആ പ്രോട്ടീനുകൾ എന്തിനാണ് കാണപ്പെടുന്നത്? പരാഗരേണുക്കളിൽ കാണുന്ന പ്രോട്ടീൻ എന്തിനായിരിക്കും കാണപ്പെടുന്നത്? പോളൻ ഗ്രെയിൻ പുറത്ത് വന്ന് അത് സ്റ്റിഗ്മയിൽ വീണ് അത് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്തു. ശരി, കറക്റ്റ് സ്റ്റിഗ്മയിൽ തന്നെയാണോ വീഴുന്നത്? ഒരു മാവിന്റെ പോളൻ ഗ്രെയിൻ മാവിന് തന്നെയാണോ സ്റ്റിഗ്മയിൽ വീഴുന്നതെന്ന് തിരിച്ചറിയാനും അത് ജെർമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ. ഇനി അഥവാ ഒരു മാവിന്റെ പോളൻ ഗ്രെയിൻ ഒരു പ്ലാവിലാണ് വീഴുന്നതെങ്കിൽ ആ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യില്ല. അതിന് കാരണം അല്ലാത്തവയെ അതിലുള്ള കാലോസ് നിർമ്മിച്ച് അതിനെ തടഞ്ഞു കളയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഒരു ട്രൂ പോളിനേഷൻ നടന്ന ആ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതിലുള്ള പ്രോട്ടീൻ കണ്ടന്റുകളായിരിക്കും. പിന്നെ ഇവയിൽ നിന്ന് രൂപപ്പെടുന്ന പ്രത്യേകതരം പ്രോട്ടീൻ ചിലർക്ക് അലർജിയും മറ്റ് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്ന പ്രോട്ടീനുകളായിരിക്കും ചില ആൾക്കാർക്ക് പോളൻ അലർജി റെസ്പോൺസ് ഉണ്ടാകുന്നത്. അങ്ങനെ പോളൻ അലർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ് ക്യാരറ്റ് ഗ്രാസ് എന്നറിയപ്പെടുന്ന പാർത്തനിയം ഹിസ്റ്റെറോഫോറസ്. അതുപോലെ പല ചെടികളുടെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് ഹേ ഫീവർ എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടിനും കാരണം പോളൻ ഗ്രെയിൻസ് കടത്തുന്ന പ്രോട്ടീനുകളായി. അടുത്തതാണ് പരാഗരേണു രൂപീകരണം അഥവാ മൈക്രോസ്പോറോജെനിസിസ്. അതായത് നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. ടപ്പീറ്റം അതിനുള്ളിലായിട്ട് സ്പോറോജിനസ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. അതായത് സ്പോറോജിനസ് സെല്ലുകളുള്ള സ്പോറോജിൻ ടിഷ്യൂ, രേണുജന്യ കോശങ്ങളുള്ള കലകൾ കാണപ്പെടുന്നു. ഈ ഓരോ കോശങ്ങളും, രേണുജന്യ കോശങ്ങളും ടപ്പീറ്റത്തിനുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്തിട്ട് രേണുജന്യ മാതൃകോശങ്ങളായിട്ട് മാറും, പോളൻ മദർ സെല്ലുകളായിട്ട് മാറും. ഒരു പോളൻ മദർ സെല്ലിന്റെ പ്രത്യേകത അത് ഡിപ്ലോയിഡ് കണ്ടീഷനായിരിക്കും. രണ്ട് സെറ്റുള്ള ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള ഓരോ സെല്ലുകളും ഊനഭംഗത്തിന് വിധേയമാകും. മിയോസിസ് നടന്നാൽ പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഓരോ സെല്ലുകളും ഹാപ്ലോയിഡ് ആയിരിക്കുമല്ലോ. ഒരു സെറ്റ് ക്രോമസോമിൽ കാണുമ്പോൾ ഓരോ മാതൃകോശത്തിൽ നിന്നും 4 പോളൻ ഗ്രെയിൻസ് വീതമായിരിക്കും ഉണ്ടാകുന്നത്, മൈക്രോസ്പോർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പൊ രേണുജന്യ മാതൃകോശങ്ങൾ ഊനഭംഗത്തിന് വിധേയമായാൽ, പോളൻ മദർ സെല്ല് മിയോസിസിന് വിധേയമായാൽ ഓരോ സെല്ലുകളിൽ നിന്നും 4 പരാഗരേണുക്കൾ ഉണ്ടാകുന്നു. ഇത് 4ഉം കൂടെ കൂടി ചേർന്നിരിക്കുന്ന കണ്ടീഷനാണ് പോളൻ ടെട്രാഡ് അഥവാ മൈക്രോസ്പോർ ടെട്രാഡ് എന്നറിയപ്പെടുന്നത്. ഇത് പല തരത്തിലായിരിക്കും കാണപ്പെടുന്നത്. ആ ചിത്രം ഒന്ന് നോക്കാം. ടെട്രാഹെഡ്രൽ, ഐസോബൈലാട്രൽ, ടി ഷേപ്ഡ്, ലീനിയർ, ഡെക്യുസെറ്റ്, ഇങ്ങനെ പല ഷേപ്പിലാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ് ആ പോളന്റെ 4 പോളൻ ഗ്രെയിൻസും അറേഞ്ച് ചെയ്യുന്നത്? ടെട്രാഡിൽ എങ്ങനെയാണ് ആ പോളൻ ഗ്രെയിൻസ് 4 ചേർന്നിരിക്കുന്നത്? ആ ഒരു ഷേപ്പിനനുസരിച്ചാണ് പേര് കൊടുത്തിരിക്കുന്നത്. ടെട്രാഹെഡ്രൽ ആകുമ്പോൾ ഫ്രണ്ടിൽ 3 പിറകിൽ 1 കാണപ്പെടും. 4 ഒരുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന, ഒരേ ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് ഐസോബൈലാട്രൽ. ഒരു ടി ഷേപ്പിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയാണെങ്കിൽ ടി ഷേപ്പ്. 4 ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്താൽ ലീനിയർ. അല്ലാത്ത രീതിയിൽ ഒരു ഇറഗുലർ ഷേപ്പിൽ മുകളിൽ ഓരോന്ന് വിധം സൈഡിൽ 2 വെച്ചിട്ടാണെങ്കിൽ ഡെക്യുസെറ്റ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ആ രീതിക്ക് പോളൻ ടെട്രാഡുകൾ പല ടൈപ്പിൽ കാണപ്പെടുന്നു. ഇനി ഈ പോളൻ ടെട്രാഡ് മെച്ചുർ ആകുമ്പോൾ ഓരോ പോളൻ ഗ്രെയിൻസും ഓരോ സ്വതന്ത്രമാവുകയും പുറത്തോട്ട് റിലീസുകയും ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ചാൽ പൂർണ്ണ വളർച്ചയെത്തുന്ന ഓരോ മൈക്രോസ്പോറുകളും പരാഗരേണുക്കളും ജലത്തിന്റെ നിർജ്ജലീകരണം നടന്ന് സ്വതന്ത്രമാവും. അതിന്റെ വാട്ടർ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് അത് സ്വതന്ത്രമാവുകയും നേരത്തെ പറഞ്ഞ ആന്തർ പൊട്ടി സ്റ്റോമിയത്തിലൂടെ ആ പോളൻ ഗ്രെയിൻ പുറത്തോട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും. ഓരോ ചെടിയിലും പരാഗി പൊട്ടുന്നതും പല ടൈപ്പിലായിരിക്കാം. ഇപ്പൊ തുളസി പോലുള്ള ചെടിയിലാണെങ്കിൽ പരാഗിയിൽ കുറുകെ ഒരു പിളർപ്പ് സ്പ്ലിറ്റ് ഉണ്ടായി അതിലൂടെ പോളൻ ഗ്രെയിൻ പുറത്തു പോകാം. ചെമ്പരത്തി, പരുത്തിയിലാണെങ്കിൽ നെടുകുകളുടെ പിളർപ്പിലൂടെയായിരിക്കും പോളൻ ഗ്രെയിൻ പുറത്തോട്ട് പോകുന്നത്. ചില ചെടികളാണെങ്കിൽ പരാഗിൽ ചെറിയ സുഷിരങ്ങളുണ്ട്, അതിലൂടെ പോളൻ ഗ്രെയിൻ പുറത്തു പോകും. എക്സാമ്പിൾ സോളാനത്തിന്റെ സ്പീഷീസുകൾ, ചിലതിൽ വാൽവുകൾ ഉണ്ടായിരിക്കും, അതിലൂടെ ആയിരിക്കും പുറത്തോട്ട് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നത്. ഓരോ രേണു മാതൃകോശത്തിൽ നിന്നും പരാഗരേണുകൾ ഉണ്ടാകുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് പരാഗരേണു രൂപീകരണം അഥവാ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഈ ഏർലി സ്റ്റേജിലുള്ള സ്പോറുകളാണ് മൈക്രോസ്പോർ എന്ന് പറയുന്നത്. അതിനെ പരാഗരേണുക്കൾ എന്ന് പറയാറുണ്ട്. മെച്ചുർ ആകുമ്പോൾ അതിനെ പോളൻ ഗ്രെയിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ 2 പേര് പറയും, മലയാളത്തിൽ ഒറ്റ പേരാണ് പറയുന്നത് പരാഗരേണുക്കൾ. അപ്പൊ ആദ്യ കണ്ടീഷൻ മൈക്രോസ്പോർ, പിന്നീട് മെച്ചുർ ആകുമ്പോഴാണ് പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രെയിൻ, പൂമ്പൊടി എന്നൊക്കെ പറയുന്നത് ഉണ്ടാകും. അടുത്താണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്സ്, അതായത് ആൺ ഗ്യാമറ്റോഫൈറ്റ്. ടപ്പീറ്റിൽ നിന്നുള്ള സ്പോറോജനിക് ടിഷ്യൂ പിന്നീട് പോളൻ മദർ സെല്ലായി മിയോസിസ് നടന്നിട്ട് ഓരോ സെല്ലും 4 പോളൻ ഗ്രെയിൻ ടെട്രാഡ് രൂപത്തിലുണ്ടായി മെച്ചുറായിട്ട് ഓരോന്നും സ്വന്തമായി പോളൻ ഗ്രെയിനായിട്ട് മാറി. പരാഗരേണുക്കൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അതിൽ ഓരോ പരാഗരേണുക്കളുടെയും സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഓരോ പരാഗരേണുക്കളും വളരെ സൂക്ഷ്മം മൈക്രോസ്കോപ്പായിരിക്കും. അത് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ ഗോളാകൃതിയിലായിരിക്കാം. 25 മുതൽ 50 മൈക്രോമീറ്റർ വ്യാസം ഡയമീറ്റർ ഉള്ളതായിരിക്കും. പരാഗരേണുക്കളെ പൊതിഞ്ഞുകൊണ്ട് 2 പാളികൾ ബാഹ്യ കവചം കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പുറത്തെ പാളിയെ എക്സൈൻ എന്നാണ് വിളിക്കുന്നത്. ഏതൊരു
പോളൻ ഗ്രെയിൻ എടുത്താലും ഏറ്റവും പുറം പാളി നല്ല കട്ടിയുള്ള ഒരു മുള്ളുകൾ കൊണ്ട് ഒരുപാട് ധാരാളം മുള്ളുകൾ പോലുള്ള ഔട്ട് ഗ്രോത്തുകൾ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇതിനെ എക്സൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും കോംപ്ലക്സ് ആയ ഒരു കെമിക്കൽ കൊണ്ടാണ്. അതിന്റെ പേരാണ് സ്പോറോപോളിൻ. കരോട്ടിനോയിഡിൽ നിന്നുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന സ്പോറോപോളിൻ കൊണ്ടാണ് ശരിക്കും ഈ എക്സൈൻ നിർമ്മിച്ചത്. ഇംഗ്ലീഷ് ബോഡിയും കൂടെ ചേർത്തുണ്ടാകുന്ന സ്ട്രക്ചറാണ്. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്നത് ഏറ്റവും ദൃഢമായ, ദ്രവിക്കാത്ത, എന്താണ്, നശിക്കാതെ കിടക്കുന്ന ഒരു കെമിക്കൽ എന്നറിയപ്പെടുന്നത് സ്പോറോപോളിനാണ്. അതുകൊണ്ട് തന്നെ ഫോസിൽസിൽ പോലും ഇത് കാണപ്പെടുന്നുണ്ട്. ഫോസിലാകാനും സഹായിക്കുന്നുണ്ട്. പോളൻ ഗ്രെയിൻസ് വെൽ പ്രിസർവ്ഡ് ഇൻ ഫോസിൽസ് ആണ്. അതിന് കാരണം ഈ എക്സൈൽ കാണപ്പെടുന്ന സ്പോറോപോളിനാണ്. ഇന്നറിയപ്പെടുന്നതിൽ ഒരു ആസിഡ് കൊണ്ടോ ആൽക്കലി കൊണ്ടോ അല്ലെങ്കിൽ രാസാഗ്നികൾ കൊണ്ടോ നശിപ്പിക്കാൻ കഴിയാത്ത ഒരു ദൃഢമായിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് സ്പോറോപോളിൻ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫോസിൽസിൽ പോലും ആ ഫോസിലാകാനും ഫോസിൽ പ്രിസർവ് ചെയ്ത് കിടക്കാനും പോളൻ ഗ്രെയിൻ സഹായിക്കുന്നുണ്ട്. അത്രത്തോളം ദൃഢമായ ഹാർഡായിട്ടുള്ള സ്ട്രക്ചറാണ് സ്പോറോപോളിൻ എന്ന് പറയുന്നത്. എക്സൈന്റെ എല്ലാ ഭാഗത്തും സ്പോറോപോളിൻ കാണില്ല, ത്രൂ ഔട്ട് കാണില്ല. ചില ഭാഗങ്ങളിൽ അത് നേർത്ത് കാണപ്പെടും അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. ആ ഭാഗങ്ങൾ ഒരു അപ്പർച്ചർ അല്ലെങ്കിൽ സുഷിരം പോലെ കാണപ്പെടും. ഇതിനെ ജേംപോർ എന്നാണ് പറയുന്നത്. ഈ ജേംപോറിലൂടെയാണ് പോളൻ ട്യൂബ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. അതായത് പോളൻ ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ ട്യൂബ് പുറത്തോട്ട് വരണ്ടേ, അത് ഈ ജേംപോറിലൂടെ ആയിരിക്കും. എക്സൈലിൽ എവിടെയാണോ സ്പോറോപോളിൻ ആബ്സെന്റ് ആകുന്നത് അതാണ് ജേംപോർ ആയിട്ട് വരുന്നത്. സാധാരണ ഡൈക്കോട്ട് ചെടികളിൽ ദ്വിബീജ പത്രസസ്യങ്ങളുടെ പോളൻ ഗ്രെയിൻ എടുത്താൽ 3 ജേംപോർ കാണാൻ കഴിയും. മോണോകോട്ടിൽ ഒറ്റ ജേംപോർ മാത്രമേ കാണത്തുള്ളൂ. ഏതൊരു മോണോകോട്ട് പോളൻ ഗ്രെയിൻ എടുത്താലും അത് ഒരു ജേംപോർ മാത്രമേ കാണത്തുള്ളൂ. പോളൻ ഗ്രെയിന് 2 പാളിയുണ്ടെന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് എക്സൈൻ എന്ന് പറയും. രണ്ടാമത്തെ ലെയർ സ്മൂത്ത് ആയിരിക്കും, അതിനെ ഇൻറ്റൈൻ എന്ന് പറയും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലോസും പെക്റ്റിനും കൊണ്ടാണ്. വളരെ സ്മൂത്ത് ആണ്. ഈ ഇൻറ്റൈൻ ആണ് ശരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് വളരുമ്പോൾ പോളൻ ട്യൂബായിട്ട് മാറുന്നത്. പോളൻ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ താഴോട്ട് ആ സുഷിരത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ട്യൂബ്, പോളൻ ട്യൂബ്, പരാഗ നാളി എന്നറിയപ്പെടുന്നത് ശരിക്കും ഇൻറ്റൈന്റെ കണ്ടിന്യൂഷൻ തുടർച്ചയാണ്. അപ്പോൾ ഒരു പോളൻ ഗ്രെയിന് 2 ലെയർ ഉണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിനകത്ത് 2 കോശങ്ങൾ കാണാൻ കഴിയും. ഒരു കോശം വലുതും ഒരെണ്ണം ചെറുതുമായിരിക്കും. വലിയ കോശത്തിനെ കായിക കോശം അഥവാ വെജിറ്റേറ്റീവ് സെൽ, ട്യൂബ് സെൽ എന്നും, അതിൻ്റെ അകത്ത് വ്യക്തതയില്ലാത്ത ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു ഇറഗുലർ ഷേപ്പിൽ കാണപ്പെടുന്ന വലിയ മർമ്മം ഉണ്ടാവും. അതിനെ കായിക മർമ്മെന്നോ ട്യൂബ് മർമ്മെന്നോ അല്ലെങ്കിൽ ട്യൂബ് ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടാറുണ്ട്. അത് ജെല്ലി ലൈക്ക് ആയിട്ടുള്ളൊരു സെല്ലായിരിക്കും. അതായത് സെമി ഫ്ലൂയിഡ് ആകൃതിയിലായിരിക്കും അതിന്റെ സ്ട്രക്ചർ കാണപ്പെടുന്നത്. അതിൻ്റെ അകത്ത് പോഷകദ്രവ്യം ഒരുപാട് ഉണ്ടാവും, ഒരുപാട് ഫുഡ് റിസർവ്സ് കാണപ്പെടുന്നുണ്ട്, ആഹാരപദാർത്ഥങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് നാച്ചുറലാണ് കാണപ്പെടുന്നത്. ഈ ഫ്ലൂയിഡ് നാച്ചുറൽ കാണപ്പെടുന്ന ആ സെല്ലിനകത്ത് ഒഴുകി നടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ സൈറ്റോപ്ലാസ്മിൽ ഒഴുകി നടക്കുന്ന സ്പിൻഡിൽ ആകൃതിയുള്ള ഒരു ചെറിയ കോശം ഉണ്ടാവും. അതിനെ ജനറേറ്റീവ് സെൽ എന്നാണ് പറയുന്നത്. ഒരു പോളൻ ഗ്രെയിനിന് അപ്പൊ 2 കോശങ്ങളുണ്ട്, കായിക കോശവും ജനറേറ്റീവ് കോശവും. കായിക കോശത്തിന്റെ സൈറ്റോപ്ലാസ്മിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശമാണ് ജനറേറ്റീവ് കോശം എന്നറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ പുറത്തു വരുന്ന പോളൻ ഗ്രെയിൻ ഇതുപോലെ 2 കോശങ്ങളുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും ചെടികളിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ എല്ലാം തന്നെ 2 സെൽഡ് സ്റ്റേജിലായിരിക്കും. 60% ചെടികളിൽ ഇതുപോലെ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുള്ള കോശങ്ങളായിട്ടായിരിക്കും പോളൻ ഗ്രെയിൻസ് പുറത്തോട്ട് വരുന്നത്. ഇത് സ്റ്റിഗ്മയിൽ ചെന്ന് വീണാൽ എന്ത് സംഭവിക്കും? പിന്നെ അത് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് ഇന്ത്യൻ്റെ കണ്ടിന്യൂഷൻ പോളൻ ട്യൂബ് ഉണ്ടാവും. അങ്ങനെ ആ പോളൻ ട്യൂബിനുള്ളിലേക്ക് ജനറേറ്റീവ് സെൽ ഇറങ്ങി ചെല്ലുകയും ആ ജനറേറ്റീവ് സെൽ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളും അതിന്റെ എല്ലാ പിന്നുള്ള പ്രോസസ്സ് സഹായിക്കുന്നത് ഈ വെജിറ്റേറ്റീവ് സെല്ലിന്റെ കണ്ടന്റുകളായിരിക്കും. ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്ത് 2 ഗ്യാമീറ്റ് ആയിട്ട് മാറും. പോളൻ ട്യൂബിനുള്ളിൽ വെച്ചിട്ട് ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്ത് 2 ഗ്യാമീറ്റ് ആയിട്ട് മാറും. ഈ 2 ഗ്യാമീറ്റ് ഉണ്ടാകുന്നതൊക്കെ പോളിനേഷൻ നടന്നതിന് ശേഷം, അതായത് പോളൻ ഗ്രെയിൻ പുറത്ത് വന്ന് സ്റ്റിഗ്മയിൽ വീണ് പോളൻ ജെർമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്ത് 2 ഗ്യാമീറ്റ് ആയിട്ട് പുംബീജമായിട്ട് മാറുന്നത്. അതുവരെയും പോളൻ ഗ്രെയിൻ 2 സെൽഡ് ആയിരുന്നു. മിക്കവാറും ഉള്ള 60% ചെടികളിൽ ഇങ്ങനെയായിരിക്കും നടക്കുന്നത്. 2 സെൽഡ് കണ്ടീഷനിലാണ് പോളൻ റിലീസിങ് നടക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 40% ചെടികളുടെ പ്രത്യേകത, ഒരു പോളൻ ഗ്രെയിൻ പുറത്തു വരാൻ തന്നെ 3 സെൽഡ് കണ്ടീഷനായിരിക്കും, 3 സെൽഡ് ആയിരിക്കും. ഇത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരു വെജിറ്റേറ്റീവ് സെൽ കായിക കോശം ഉണ്ടാവും, പിന്നെ 2 ഗ്യാമീറ്റ് പുംബീജം. അതായത് ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്ത് ഗ്യാമീറ്റ് ഉണ്ടായതിനു ശേഷമായിരിക്കും പോളൻ റിലീസിങ് നടക്കുന്നത്. അപ്പം വന്ന് വീഴുന്ന സമയത്ത് തന്നെ, പോളിനേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഗ്യാമീറ്റ് ഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നോർമലി 60% ചെടിയിൽ 2 സെൽഡ് കണ്ടീഷൻ ആണെങ്കിൽ 40% ചെടിയിൽ ആ ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്ത് ഗ്യാമീറ്റുകൾ ഉണ്ടായിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇങ്ങനെ എവിടെയാണോ ഗ്യാമീറ്റ് ഉണ്ടാകുന്നത് ആ ഭാഗത്തിനാണുള്ള ഗ്യാമീറ്റോഫൈറ്റ് എന്നറിയപ്പെടുന്നത്. പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലല്ലേ ഈ ഗ്യാമീറ്റ് എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് പോളൻ ഗ്രെയിനെ അല്ലെങ്കിൽ പരാഗരേണുക്കളെ ആൺ ഗ്യാമീറ്റോഫൈറ്റുകൾ, മെയിൽ ഗ്യാമീറ്റോഫൈറ്റ്സ് എന്നാണ് അറിയുന്നത്. പരാഗരേണുവിന്റെ ജീവക്ഷമത അഥവാ പോളൻ വൈബിലിറ്റി.
ഒരു പരാഗിൽ നിന്നും പുറത്തു വരുന്ന പരാഗരേണുവിന് എത്ര നേരമാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്, ആ കാലയളവിനെയാണ് പരാഗരേണുവിന്റെ ജീവക്ഷമത എന്നറിയപ്പെടുന്നത്. ദ പീരീഡ് ഓഫ് ദ പോളൻ ഗ്രെയിൻ റിമെയിൻ ഫങ്ഷണൽ. എത്ര നേരമാണ് ഒരു പോളൻ ജീവക്ഷമമായി കഴിവോടുകൂടി ഇരിക്കുന്ന ആ കാലയളവാണ് ജീവക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അന്തരീക്ഷത്തിലെ താപനിലയെയും ഈർപ്പത്തെയും അടിസ്ഥാനമാക്കിയിരുന്നു. ചില ചെടികളിൽ, നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ചെടികളിലാണെങ്കിൽ ഇവയുടെ ജീവക്ഷമത എന്ന് പറയുന്നത് 30 മിനിറ്റ് ആയിരിക്കും. എന്നാൽ റോസേസിയെ, ലെഗ്യൂമിനേസെ, സൊളാനേസിയെ തുടങ്ങിയ കുടുംബത്തിലെ ചെടികൾക്കാണെങ്കിൽ ഇവയുടെ ക്ഷമത മാസങ്ങളോളം നിലനിൽക്കുന്നതായിരിക്കും. പോളൻ ബാങ്ക്. പരാഗരേണുവിനെ തന്റെ ജീവക്ഷമത നശിക്കാതിരിക്കാൻ കൃത്രിമ പരാഗണത്തിന് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി ലിക്വിഡ് നൈട്രജന്റെ ദ്രാവകാവസ്ഥയിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളെയാണ് പോളൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. ഇത്തരം പോളൻ ബാങ്കുകളിൽ പോളൻ ഗ്രെയിൻ സൂക്ഷിക്കുന്നത് വഴി അവയുടെ ജീവക്ഷമത നിലനിർത്താനും പിന്നീട് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ പർപ്പസിന് ഉപയോഗിക്കാനും കഴിയും. പോളൻ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ്. പരാഗരേണുക്കൾ പോഷക സമൃദ്ധമായതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവയുടെ പല ഉൽപ്പന്നങ്ങളും മാർക്കറ്റിൽ സിറപ്പിന്റെ രൂപത്തിലോ ടാബ്ലറ്റിന്റെ രൂപത്തിലോ ക്രീം രൂപത്തിലോ ലഭ്യമാണ്. ഇവ കായിക താരങ്ങളുടെയും പന്തയ കുതിരകളുടെയും ഊർജ്ജശേഷി വർദ്ധിപ്പിക്കുന്നതായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് പോളനുമായി ബന്ധപ്പെട്ട 1-2 ടേംസ് ആണ്. അതിൽ ഒന്നാമതാണ് പോളിസ്പോറി. അതായത് ഒരു പോളൻ മദർ സെല്ലിൽ നിന്നും സാധാരണ നിയോസ് നടക്കുമ്പോൾ 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഏതൊരു സെല്ലും ഡിവൈഡ് ചെയ്ത് 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവത്തുള്ളൂ, അല്ലേ? പോളൻ മദർ സെൽ ഡിവൈഡ് ചെയ്താൽ നിയോസ് നടക്കുന്ന 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. എന്നാൽ ചില ചെടികളിൽ 4-ൽ കൂടുതൽ ഉണ്ടാകാം. എക്സാമ്പിൾ കസ്ക്യൂട്ട റിഫ്ലക്സ, മൂടില്ല താളി എന്ന് പറയുന്നത് പാരസൈറ്റ് പ്ലാന്റ് പോളൻ ഗ്രെയിൻ പ്രത്യേകത. ഒരു സെല്ലിൽ നിന്ന് 11 പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. ആ ഒരു കണ്ടീഷനാണ് പോളിസ്പോറി എന്ന് അറിയപ്പെടുന്നത്. അടുത്താണ് സങ്കീർണ പരാഗരേണു അഥവാ കോംപ്ലക്സ് പോളൻ. അതായത് ഒരു പോളൻ മദർ സെൽ മിയോസ് നടന്ന് 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അത് ചേർന്നിരിക്കുന്ന കണ്ടീഷനെ പോളൻ ടെട്രാഡ് എന്ന് പറഞ്ഞു. പിന്നീട് അതിന് വാട്ടർ ഡീഹൈഡ്രേഷൻ നടന്നിട്ടാണ് ഓരോ പോളൻ ഗ്രെയിൻ സെപ്പറേറ്റ് ആവുന്നത്. ചില സമയത്ത് സെപ്പറേറ്റ് ആവത്തില്ല, 4 കൂടെ ചേർന്ന് തന്നെ ഇരിക്കും. ആ കണ്ടീഷനാണ് സങ്കീർണ പരാഗരേണു അല്ലെങ്കിൽ കോംപ്ലക്സ് പോളൻ എന്ന് അറിയപ്പെടുന്നത്. പൊളീനിയം. ഇത് ഓൾറെഡി ഞാൻ ഓർക്കിഡേസി എന്ന ഫാമിലി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കിഡേസിയിലും അതുപോലെ ആസ്ക്ലിപ്പിഡേസി എന്ന ഫാമിലിയുടെ പ്രത്യേകത പോളൻ ഗ്രെയിൻസ് എല്ലാം കൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ടാവും. അതിനകത്ത് ഉണ്ടാകുന്ന എല്ലാ പോളൻ ഗ്രെയിനും കൂടിച്ചേർന്ന കോംപ്ലക്സ് സ്ട്രക്ചറിനെയാണ് പൊളീനിയം എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ചുവട് ഭാഗത്തിന് കോർപ്പസ് കുലോമെന്നും പിന്നെ അതിന്റെ ഓരോ പോളൻ ഗ്രെയിൻസിന്റെ ചേർന്നൊരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു സാക്ക് പോലിരിക്കുന്ന സ്ട്രക്ചർ ഉണ്ടാവും. അതിന്റെ ചുവട് ഭാഗത്തിന് പോഡുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ പോളൻ ഗ്രെയിൻ ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചറിനെ ഇപ്പൊ ലെങ്സ് ഒക്കെ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് പൊളീനിയം എന്ന് പറയുന്നത്. അതിന്റെ പൊളീനിയം ചേരുന്ന ഭാഗമാണ് ബോഡികൾ. 2 കോഡുകൾ കൂടെ ചേരുന്ന ഭാഗമാണ് അതിന്റെ ചുവട് ഭാഗമാണ് കോർപ്പസ്. കൂടുതലും ഓർക്കിഡേസിയിലും അസ്ക്ലിപ്പിഡേസി ഫാമിലിയിൽ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള പൊളീനിയം, ഒരുപാട് പൊളീനിയം ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചറിനെ മാസുല എന്ന് പറയും. അതും ഓർക്കിഡേസി ഫാമിലിയിൽ കാണപ്പെടുന്നുണ്ട്. നിയോട്ടിയ എന്നൊരു ഓർക്കിഡിലെ പ്രത്യേകത ഒരുപാട് പൊളീനിയങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചർ, അതിനെ മാസുലെ എന്നാണ് അറിയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈക്രോസ്പോറോജെനസിസ് ആണ്. അതായത് ഒരു പോളൻ ഗ്രെയിൻ എങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ സ്ട്രക്ചർ, അതുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പനി ആയതുകൊണ്ട് ശബ്ദം കുറച്ച് കുറവായിരുന്നു. എനർജി എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇന്ന് ക്ലാസ് എടുത്തത് തന്നെ. മുടങ്ങിപ്പോകരുതെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്ന് വയ്യെങ്കിലും ക്ലാസ് എടുത്തത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് അറിയില്ല. ശബ്ദം അത്രയും പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. ത്രോട്ട് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വേദനയുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മെഗാസ്പോറോജെനസിനെ പറ്റി കാണാം. എല്ലാവർക്കും ശുഭദിനം.